ഓക്കേടാ. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്തത് എന്താ വെച്ചാൽ, ഒരാളുടെ ഓൺ കൺട്രിയിൽ ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നത്, എടാ ഞാനിപ്പോൾ ഇന്ത്യയിലാണ്, ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന കറൻസിനെ വിളിക്കുന്ന പേരാണ് ഹോം കറൻസി. ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസി ഏതാണ്? ഇന്ത്യൻ റുപ്പിയാണ്. ഓക്കെ. പിന്നെ നമ്മളുടെ കൺട്രിയിൽ ട്രാൻസാക്ട് ചെയ്യപ്പെടാത്ത, കോമൺലി യൂസ് ചെയ്യപ്പെടാത്ത കറൻസി നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോറിൻ കറൻസി. ഓക്കെ. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് ഡയറക്റ്റ് കോട്ടും ഇൻഡയറക്റ്റ് കോട്ടൊക്കെ പഠിക്കാണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ചെറിയൊരു കൺസെപ്റ്റ് നമുക്ക് പറയാം. എടാ, നിങ്ങൾ ഈ കറൻസിയില്ലേ, ഫോറിൻ കറൻസി, ഇത് നിങ്ങൾ എല്ലാം കറൻസികളാകുമ്പോൾ വരുന്ന ഒരു ചെറിയ കൺഫ്യൂഷനാണിത്. കറൻസി നിങ്ങൾ എന്തായിട്ട് കണ്ടാൽ മതി? ഒരു പ്രോഡക്റ്റ് ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ടാണ് ഒരു ബിരിയാണി ഈസ് ഈക്വൽ ടു 120 റുപ്പീസ്. ബിരിയാണി 120 എന്നുള്ളൊരു ബോർഡ് ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ശരിക്കും? വൺ ബിരിയാണി ഈസ് ഈക്വൽ ടു റുപ്പീസ് 120. അതല്ലടാ അതിൻ്റെ അർത്ഥം. ഓക്കെ. വൺ ബിരിയാണി ഈസ് ഈക്വൽ ടു റുപ്പീസ് 120. ഓക്കെ. ഇതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് പറയാം മക്കളെ? റുപ്പീസ് 120 പെർ ബിരിയാണി എന്ന് പറയാൻ പറ്റും. ഒരു ബിരിയാണിക്ക് 120 റുപ്പീസ് ആണ് അർത്ഥം എന്നാണ്, 120 റുപ്പീസ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. ഇതിനാണ് നമ്മൾ ഡയറക്റ്റ് കോട്ട് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഇപ്പോൾ ഡോളർ ആണെങ്കിൽ അതിനെ നമ്മളുടെ കറൻസി ഏതാണ്? ഹോം കറൻസി ഏതാണ്? ഇന്ത്യൻ റുപ്പി. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പി നമ്മുടെ ഹോം കറൻസിയിൽ കാണിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയറക്റ്റ് കോട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇതേപോലെ നമുക്ക് ഒന്ന് രണ്ട് ചെറിയ ചെറിയ എക്സാമ്പിൾസും കൂടി പറയാമല്ലോ. ഓക്കെ. 1 പെൻ ഈസ് ഈക്വൽ ടു, എടാ നമ്മൾ പറയാം പെന്ന് 5 റുപ്പീസ് എന്നാണ്. അപ്പോൾ 1 പെൻ ഈസ് ഈക്വൽ ടു റുപ്പീസ് 5. അതാണ് അതിൻ്റെ അർത്ഥം. 1 പെൻ ഈസ് ഈക്വൽ ടു റുപ്പീസ് 5. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. നമുക്കിതിനെ കോട്ടായിട്ട് കാണിക്കാൻ പറ്റും. എങ്ങനെയാ കോട്ട് ചെയ്യാം? എങ്ങനെ കാണിക്കാം? റുപ്പീസ് 5 പെർ പെൻ. റുപ്പീസ് 5 പെർ പെൻ. അതായത് 5 രൂപയാണ് ഒരു പെന്നിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. സിമ്പിൾ അല്ലടാ സാധനം. അപ്പോൾ 1 പെൻ ഈസ് ഈക്വൽ ടു എങ്ങനെയാ പറയാ? റുപ്പീസ് 5 പെർ പെൻ. അതിനാണ് ഡയറക്റ്റ് കോട്ട് എന്ന് പറയുന്നത്. എടാ, ഞാൻ ഇതിനെ നേരെ തിരിച്ച് ഉൾട്ടായിട്ടൊന്ന് പറയാൻ വേണ്ടി പോകണം. അതായത് ഇപ്പോൾ 5 രൂപക്ക് ഒരു പെന്ന് എന്നല്ല അർത്ഥം. നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടാ, 1 രൂപക്ക് എത്ര പെന്ന് കിട്ടും? എടാ, അങ്ങനെ പെന്നൊന്നും കിട്ടൂല. 1 രൂപക്ക് പെന്നൊന്നും കിട്ടൂല. പക്ഷെ നമുക്ക് ഇങ്ങനെ പറയാലോ, 1 രൂപക്ക് 0.2 പെന്ന് എന്ന് പറഞ്ഞൂടെ? 1 രൂപക്ക് 0.2. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു 2 രൂപേൻ്റെ പെന്ന് പിടിക്കാം. ഓക്കെ. 2 രൂപേൻ്റെ പെൻ. അപ്പോൾ എങ്ങനെ എനിക്ക് വരാൻ പോണത്? 1 പെൻ ഈസ് ഈക്വൽ ടു റുപ്പീസ് 2. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഡയറക്റ്റ് കോട്ട്? എങ്ങനെ പറയാം? 2 റുപ്പീസ് 2 പെർ പെൻ. അതാണ് അതിൻ്റെ അർത്ഥം. നമ്മളിതിനെ റുപ്പിയിലോട്ട് കാണിക്കുന്നതിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോട്ട് എന്ന് പറയാം. 1 രൂപക്ക് എത്ര പെൻ കിട്ടൂടാ? ഹാഫ് പെൻ. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? 1 ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് കോട്ട്. ഓക്കെ. ഞാൻ അത് കാണിക്കാൻ പോണേ. 1 ഡിവൈഡഡ് ബൈ 2, അതായത് 0.5 പെൻ. അപ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് അപ്പം പറയാൻ പോണത്? 0.5 പെൻ പെർ റുപ്പി. 1 രൂപക്ക് 0.5 പെൻ. അതിനെ തിരിച്ച് പറയുന്നതിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോട്ട് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്കത് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ.